മനുഷ്യ ജീവിത ബന്ധങ്ങളുടെ കഥകൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കഥകളുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ സമാഹാരം എടുത്ത് നോക്കിയാൽ അത്തരം ധാരാളം കഥകൾ കാണാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ആഖ്യാന കുശലം പലപ്പോഴും കുറഞ്ഞു എന്ന് തോന്നാവുന്ന കഥകളാണ് പലപ്പോഴും ഇന്ന് വായിക്കുമ്പോൾ. പക്ഷെ അതിനകത്തെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഒഴുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കടയുടെ താക്കോൽ എന്ന് പറയുന്ന കഥയാണ്. ഒരു കട നടത്തുന്ന രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചുള്ള കഥ, ഒരാൾ മറ്റേയാളെ പറ്റിക്കുന്ന കഥ, ഇത് പറ്റിക്കുന്നവരോട് പോലും ക്ഷമിക്കുന്ന വേറൊരാളെ കഥ, ഇങ്ങനെ വളരെ അത് വലിയൊരു നീണ്ട കഥയാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. വിത്തുകാള എന്ന് പറയുന്ന കഥ. വിത്തുകാള ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു വിത്തുകാളയുടെ കഥയാണ്. വിത്തുകാളയോടൊപ്പം ആ വീട്ടിൽ വളരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയുടെയും ജീവിതത്തെയും ലൈംഗികതയും എല്ലാം കൂട്ടിച്ചേർത്ത് വർഗീസാർ എഴുതുന്നൊരു കഥയാണ്. അങ്ങനെ ധാരാളം കഥകൾ അദ്ദേഹം ഈ തരത്തിൽ ഇരുട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ കഥയുണ്ട്. ഭാര്യ എന്ന് പറയുന്ന കഥയുണ്ട്. സുന്ദരിയായ ഭാര്യയെ കിട്ടിയ ഒരു വിരൂപനായ ഒരു മനുഷ്യന്റെ കഥ, അയാളുടെ ജീവിത നൈരാശ്യത്തിന്റെ കഥ, അയാൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയുടെ കഥ. ഇങ്ങനെ രാഷ്ട്രീയ കഥകളെക്കാളും അദ്ദേഹത്തിന്റെ കഥകൾ മെച്ചപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ മറ്റുള്ള കഥകളാണ്. മനുഷ്യജീവിതം പറയുന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേസമയം മനുഷ്യജീവിതത്തെ പ്രധാനമായി പറയുന്ന കഥകളാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥകളിൽ ഒരു പ്രധാനമായ പ്രമേയം അത്തരം കഥകളിൽ ഒന്ന് കാമവും ഒന്ന് പണത്തോടുള്ള ആർത്തിയുമായിരുന്നു. ഈ കാമത്തെ അദ്ദേഹം ഒരു കുഴപ്പമായിട്ടല്ല കാണുന്നത്. അദ്ദേഹം അതിനെ ഒരു സഹതാപത്തോടെയും നടന്നു പോകുന്ന ഒരു കാര്യമായിട്ടുമാണ് കാമത്തെ എന്റെ ലൈംഗികത കാണുന്നത്. അത് ഒരുപാട് കഥകളുണ്ട്. അതേസമയം പണത്തോടുള്ള ആർത്തിയെ അദ്ദേഹം വളരെ ഒരു കുറ്റമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥകൾ വരുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ കഥകളിലെ രണ്ട് കാര്യങ്ങൾ വരുന്നത്. അത് അദ്ദേഹം പിൽക്കാലത്ത് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണനായർ സാർ പറഞ്ഞ പോലെ തന്നെ ബഷീർ, കാരൂര് ഇങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ തകഴി ഇങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പൊ കാരൂരിന്റെ കഥാസമാഹാരം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 5 or 6 വളരെ നല്ല കഥകളുണ്ട്. ഇപ്പം പൂവമ്പഴം പോലുള്ള കഥ, മോതിരം പോലുള്ള കഥ, അങ്ങനെ ധാരാളം മരപ്പാവുകൾ പോലുള്ള കഥ, അങ്ങനെ ഒരു 5 or 6 വളരെ നല്ല, മലയാളത്തിലെ ഏറ്റവും നല്ലതെന്ന് പറയാവുന്ന കഥകൾ 5 or 6 ഉണ്ട്. തകഴിയുടെ കഥകൾ എടുത്ത് നോക്കിയാൽ വളരെ നല്ല കഥകൾ കുറച്ചെങ്കിലുമുണ്ട്. 10-20 കഥകൾ വളരെ നല്ല കഥകളുണ്ട്. ബഷീറിന്റെ കഥകൾ എടുത്ത് നോക്കിയാൽ കുറച്ചെങ്കിലും നല്ല കഥകളുണ്ട്, വളരെ നല്ല കഥകളുണ്ട്. പക്ഷെ നമ്മൾ പൊൻകുന്നം വർക്കിയെ എടുത്ത് നോക്കിയാൽ അത്ര ആഖ്യാന കൗശലം പല കഥകളിൽ കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഥകളിൽ ഇവരോടൊപ്പം വെക്കാവുന്ന ഒരു കഥയുണ്ട്. അതാണ് നമ്മുടെ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന കഥ. അത് തീർച്ചയായിട്ടും വളരെ ദുരിതാന്തരമായ, അല്ലെങ്കിൽ ഒരു ഏതാണ്ട് കാരൂരിന്റെ കഥയിലൊപ്പം, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പോലും വെക്കാവുന്ന അതിമനോഹരമായ കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന കഥ. അത് ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധത്തിന്റെ, അല്ലെ മനുഷ്യബന്ധങ്ങളിലെ ഒരു ദുരൂഹതയെല്ലാം കൊണ്ടുവരുന്ന ഒരു അസാധാരണ സൗന്ദര്യമുള്ളൊരു കഥയാണ് ഈ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന കഥ. അതിനാണ് അദ്ദേഹത്തിന്റെ ഈ കലയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവായ പോൾസാറിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു. അപ്പൊ പോൾസാർ ഇപ്പോൾ 2 പുസ്തകങ്ങൾ പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ചെറുകഥാ സാഹിത്യം, ഒന്ന് നോവൽ സാഹിത്യം. ഇതിൽ ചെറുകഥയുടെയും നോവലിന്റെയും പ്രത്യേകത അദ്ദേഹം പറയുന്നത് ചെറുകഥയ്ക്ക് അണിമ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അണിമ. നോവലിന് മഹിമ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അണിമയും മഹിമയും. അണിമ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, സൂക്ഷ്മാർത്ഥത്തിലുള്ള സൗന്ദര്യം. മഹിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹത്വം എന്ന് പറയുന്ന കാര്യം. അത് പൊൻകുന്നം വർഗീസാറിന്റെ കാര്യത്തില് അണിമ എന്ന് പറയാവുന്ന സൗന്ദര്യാംശം അദ്ദേഹം കൊണ്ടുവന്ന കഥ തീർച്ചയായിട്ടും ഈ ഒരു കഥയാണ്. ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന കഥയാണ്. മഹത്വം എന്ന് പറയാവുന്ന ലെവലിൽ എത്താവുന്ന നോവലുകളിലോട്ടൊന്നും അദ്ദേഹം തിരിഞ്ഞിട്ടില്ല. നോവലുകളിൽ തന്നെ അപൂർവ ചിലരൊക്കെ നമുക്ക് മലയാളത്തിൽ തന്നെ മഹത്വം അല്ലെ മഹിമ എന്ന് പറയുന്നതിലേക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ആ അണിമ എന്ന് പറയുന്നത് ഈ ശബ്ദിക്കുന്ന കലപ്പയും അതുപോലെ തന്നെ കുറച്ച് കഥകളിൽ കൊണ്ടുവന്ന ഒരാളായിരുന്നു പൊൻകുന്നം വർഗീസാർ. അദ്ദേഹം ഇന്നത്തെ കാലത്ത് ബാക്കി വെച്ചത് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ചരിത്രപരമായ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. അതിലുപരി എന്താണ് അദ്ദേഹം അവശേഷിപ്പിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഭാഷയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും എടുത്ത് വായിച്ചു നോക്കിയാൽ ഒരിക്കലും മനഃപൂർവ്വം അല്ല ബോധപൂർവ്വമുള്ള ഒരു സാഹിത്യ ഭാഷ ഒരിക്കലും പൊൻകുന്നം വർഗീസാർ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഉപമയോ അലങ്കാരങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഷയിലില്ല. മാങ്ങ പോലെയാണ് തേങ്ങ എന്ന് പറയുകയോ അങ്ങനെ ഒരു തരത്തിലുള്ള യാതൊരു അലങ്കാരവും ഉപയോഗിച്ചില്ല. അദ്ദേഹം വളരെ പ്രസിദ്ധമായി ഒരു കോട്ടയംകാരന് പറയാവുന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്നു എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ അതായത് ആ ഒരു നല്ല മലയാളം കൊണ്ടുവന്നതാണ്. അത് ഈ ബഷീറിലും കാരൂരിലും എല്ലാം അതുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ മലയാള സാഹിത്യത്തിൽ സംഭവിക്കുന്നത്. ഇതിലും എനിക്ക് തോന്നുന്നു ഒരു പോൾസാറിന്റെ സ്വാധീനം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ നല്ല ഭാഷയ്ക്ക് വേണ്ടി വാദിച്ച ഒരാളാണ്. ഇക്കാര്യത്തിൽ നമുക്ക് മുട്ടത്ത് വർക്കിയും അക്കാര്യത്തിൽ കാണാം. മുട്ടത്ത് വർക്കിയും പൊൻകുന്നം വർക്കിയും ഒരേ ത്രാസിൽ വെക്കേണ്ട ആൾക്കാരല്ല, നമുക്കറിയാം. പക്ഷെ ഭാഷയുടെ കാര്യത്തിൽ
ഈയിടെ ഡോക്ടർ ശിവാഗോയുടെ തർജ്ജമയുണ്ട്. ഡോക്ടർ ശിവാഗോ മലയാളത്തേക്ക് തർജ്ജമ ചെയ്തത് മുട്ടത്തോടുകയാണ്. ശിവാഗോ തർജ്ജമ ചെയ്ത് CIAയുടെ സഹായത്തോടുകൂടിയാണെന്നൊക്കെ പണ്ട് ആരോപണങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. മറ്റേ ഇതിന്റെ കാലത്ത് 1957 വിമോചന സമരകാലത്ത്. അപ്പോൾ ഡോക്ടർ ശിവാഗോ തർജ്ജമ ചെയ്തു മുട്ടത്തോടുക. അതിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഭാഷ അതിസുന്ദരമായ ഭാഷയാണ്. ഒരു ഉദാഹരണം പറയാം. ഡാർലിംഗ് എന്ന് പറഞ്ഞ പദം, ഡാർലിംഗ് എന്ന് പറഞ്ഞ പദം നമുക്ക് തർജ്ജമ ചെയ്തിട്ട് പറഞ്ഞത് എനിക്കറിയാം, ഞാൻ പ്രിയമുള്ളവളെന്നോ പ്രിയങ്കരിയെന്നോ പ്രിയങ്കരനോ ഒക്കെ എന്നുള്ളൂ. മുട്ടത്തോർക്ക് ചെയ്തേക്കുന്നത് എന്റെ പൊന്നെ എന്നത്, എന്റെ പൊന്നെ ഏറ്റവും നല്ല മലയാളമാണ്. ആ ഒരു മലയാളത്തിന്റെ റൂട്ട് തന്നെയാണ് വർഗീസ് സാറിൻ്റെത്. അതാണ് അദ്ദേഹം ഇവിടെ അവശേഷിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. ആ അവശേഷിപ്പിച്ച അത്തരം ഭാഷയുടെ ഒരു മുന്നോട്ട് പോക്കാണ് നമ്മൾ പിൽക്കാലത്ത് ഗുണത്തിൽ കാണുന്നത്, ബ്രഹ്മഗുണത്തിലെ കാണുന്നത്, നമ്മുടെ അശോകൻ തെരുവിൽ കാണുന്നത്. ഇന്നത്തെ മിക്കവാറും എഴുതി വരുന്ന എല്ലാ എഴുത്തുകാരും കാണുന്നത് ആ ഭാഷയുടെ മുന്നോട്ടുള്ള പോക്കാണ്. അതാണ് വർഗീസ് സാറിനെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം ശബ്ദിക്കുന്ന കലപ്പ് പോലെയുള്ള 2-3 സുന്ദരമായ കഥകളും അതോടൊപ്പം ഈ ചരിത്രപരമായ പ്രാധാന്യവുമാണ് വർഗീസ് സാറിനെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് എനിക്ക് വർഗീസ് സാറിനെ കുറിച്ച് പറയാനുള്ളത്. എന്റെ നോവലിനെ കുറിച്ച് പറയാനുള്ളത് സന്തോഷ് കുമാർ പറയും. കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. സന്തോഷം.